ലക്ഷദ്വീപിൽ വന്നിട്ട് അങ്ങനെ കടലിൻ്റെ തീരത്തെത്തി. എൻ്റെ മുമ്പിൽ കടലിങ്ങനെ വീണ്ടും വീണ്ടും സർപ്രൈസ് തന്നെ കുറേശ്ശെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് നോക്കാൻ ഇവിടെ വന്നിട്ട് ഇവിടുത്തെ സ്പെഷ്യൽ ഫിഷ് ബിരിയാണി, ഇവിടുത്തെ മറ്റേ ഐലൻഡ് അവിടെ കാണാം. അപ്പുറത്ത് കാണുന്ന അമഞ്ഞ ഐലൻഡ് അല്ലേ? അവിടെ കാണാൻ ഷിപ്പ് പോയത്. നമ്മൾ കടമത്തിലേക്ക് എത്തിയിട്ടുണ്ട്. കടലൊക്കെ നോക്കാൻ നല്ല പച്ച കളർ. നമ്മളങ്ങനെ എത്തി, നമ്മുടെ ഖുറേഷി പയ്യെ കണ്ടു. എന്തായാലും ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹം ഇവിടെ സഫലമായി അല്ലേ? എന്തായാലും റൂമിലോട്ട് പോവാം. എന്തായാലും അങ്ങനെ കടമത്തിലേക്ക് എത്തിയതാണ്. നമ്മുടെ എല്ലാം ഞങ്ങളെ ഷിപ്പിൽ വെച്ച് പരിചയപ്പെട്ടതാണ് കേട്ടോ. എന്തായാലും ഫോൺ നമ്പറൊക്കെ ഉണ്ട്. ഞങ്ങൾ കുറേ ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്തു. ഇവിടുന്ന് പെർമിറ്റ് സൈൻ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ സ്റ്റേഷനിലോട്ട് പോവുക. നമ്മൾ വന്ന ഷിപ്പിലോട്ട് സ്റ്റേഷനിലോട്ട് പോകല്ലേ? അതിൽ നമ്മൾ പോർട്ട് ടെസ്റ്റ് ഓഫീസ് ഫോട്ടോ കാണിച്ചു തന്നെ. ആളുകളൊക്കെ ഉണ്ടല്ലോ. ശരിയും നമ്മുടെ കേരളത്തിലെ ഒരു ഗ്രാമപ്രദേശം പോലെ തന്നെ ഉണ്ട്. ഇതാണ് ഖുറേഷിയുടെ ഭവനം. കൊള്ളാലോ. എന്തായാലും നമുക്ക് വീട്ടിലോട്ട് പോയി എല്ലാവരെയും ഒന്ന് പരിചയപ്പെട്ടു വരാം. നമ്മുടെ ഖുറേഷിയുടെ ലക്ഷദ്വീപ് രജിസ്ട്രേഷൻ ലഡാക്ക് കയറിയ പുള്ളിച്ച് ഇതാ ഇവിടെ റെസ്റ്റ് എടുക്കുന്നത്. നമ്മൾ ഫുഡ് കഴിക്കാൻ പോകണം. ഇവിടെ ഖുറേഷിയുടെ വീട്ടിലെ ഹോംലി ഫുഡ്. 2 ദിവസമായി ചോറ് കഴിച്ചിട്ട്. എന്തായാലും ഇനി ഇവിടുന്ന് ലക്ഷദ്വീപിലെ ചോറും മീൻകറിയും. ഇതെന്താ മീൻകറി അല്ലേ? മീൻകറി, മീൻ ഫ്രൈ. എന്തായാലും ആകെയല്ല ഫുഡ് കഴിക്കാം. നമ്മുടെ ഖുറേഷിയുടെ പിക്കപ്പിൻ്റെ മുകളിൽ കയറി നമ്മുടെ ബാഗൊക്കെ ആയിട്ട് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. എന്തായാലും ഇങ്ങനൊരു യാത്ര ഞാൻ പ്രതീക്ഷിച്ചില്ല. പിക്കപ്പിൻ്റെ ബാക്കിൽ കയറിയിട്ട് നമുക്ക് ലഗേജും കാര്യങ്ങളൊക്കെ അവിടത്തേക്ക് റൂമിലേക്ക് മെത്തയൊക്കെ എടുത്തായിരുന്നു. മെത്തയും കാര്യങ്ങളൊക്കെ വണ്ടിക്കകത്ത് വെച്ചിട്ട് ഇങ്ങനെ ദോസ്തിൻ്റെ മുകളിൽ ഇങ്ങനെ പറ്റിക്കൊണ്ടിരിക്കും. അടിപൊളി ഒരു വ്യൂ. ഇവിടെ ബാക്കിൽ അർജന്റീനയുടെ ഫ്ലാഗും കാര്യങ്ങളൊക്കെ ഫാൻസ്. ഇതൊരു അപാര യാത്രയായിട്ടോ. കപ്പലിൻ്റെ നേരെ പിക്കപ്പിലേക്ക്. ഇവിടുത്തെ സ്ഥലങ്ങളെല്ലാം അടുത്തടുത്താണ്. വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 1/2 കിലോമീറ്ററേ ഉള്ളൂ നമ്മൾ താമസിക്കുന്ന സ്ഥലത്തോട്ട്. ആ താമസിക്കുന്ന സ്ഥലത്ത് നമുക്ക് എന്തായാലും ഇറങ്ങാം. ഇറങ്ങിയിട്ട് ലഗേജൊക്കെ റൂമിലോട്ട് എടുത്ത് വെക്കാം. എന്തായാലും ഇവിടെ വന്ന് റൂമിലേക്ക് കയറി ഒരു കുളിയൊക്കെ കഴിഞ്ഞ് ഒന്ന് ഫ്രഷായി നമ്മളിവിടെ പെട്രോൾ വാങ്ങിക്കാൻ വന്നതാണ്. എൻ്റെ ബാക്കിൽ കാണുന്ന ഇതാണ് ഇവിടുത്തെ പെട്രോൾ റേഷൻ കട. നമ്മുടെ ഖുറേഷി ബ്രോയുടെ ബുള്ളറ്റിനകത്ത് ഒഴിക്കാനായിട്ട് കുറച്ച് പെട്രോൾ വാങ്ങിച്ചിട്ടുണ്ട്. ഇത് 2 വാങ്ങിച്ചാൽ നമുക്കിനി ഇതും കൊണ്ട് നമുക്ക് നമ്മുടെ ബുള്ളറ്റിൽ ഒഴിച്ചിട്ട് അതും കൊണ്ടാണ് ഇനിയുള്ള നമ്മുടെ ട്രിപ്പ്. നമ്മുടെ റൂം അവിടെയാണ്. ഇതല്ലേ ഇവിടുത്തെ മെയിൻ ജംഗ്ഷൻ. ഈ കാണുന്ന ഈ ഒരു നാൽക്കവലയാണ് ഇവിടുത്തെ മെയിൻ ജംഗ്ഷനാണ്. ശരിക്കും പറഞ്ഞാൽ ഈ കടമത്ത് ദ്വീപ് ഒരു സ്ട്രെയിറ്റ് ലൈനായിട്ടുള്ളൊരു ദ്വീപാണ്. അതിന് 2 എൻഡ് പോയിൻ്റാണുള്ളത്, സൗത്തും നോർത്തും. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ദ്വീപിൻ്റെ സൗത്ത് പോയിന്റിലാണ്. ഹിന്ദിക്കാരൊക്കെ ഉണ്ടല്ലോ ഇവിടെ വർക്ക്. ഈ ഹിന്ദിക്കാരിപ്പോൾ ഇല്ലാത്ത സ്ഥലമില്ല ലക്ഷദ്വീപിലെ ഹിന്ദിക്കാർ. ഈ സൈഡിലൊക്കെ തെങ്ങിനകത്ത് പെയിൻ്റ് അടിച്ചേക്കുന്നുണ്ടോ. ഇടയ്ക്ക് വെച്ച് ലക്ഷദ്വീപിൽ അഡ്മിനിസ്ട്രേഷൻ്റെ കുറച്ച് ഇഷ്യൂ ഒക്കെ വന്നില്ലേ, അതിൻ്റെ കുറച്ച് ബാക്കിയാണിത്.
ലക്ഷദ്വീപിൻ്റെ ബ്യൂട്ടിഫിക്കേഷൻ എന്നൊക്കെ പറഞ്ഞ് അവർ ഈ പെയിൻ്റൊക്കെ അടിച്ച് ഇങ്ങനെ ആക്കി വെച്ചേക്കുന്നു. പക്ഷേ ഇവിടുത്തെ ജനങ്ങളെ കുറേ ഉപദ്രവിച്ച് ഇവിടുത്തെ ആൾക്കാരുടെ ഷെഡും കാര്യങ്ങളൊക്കെ പൊളിച്ച് കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയതാണ്. അന്ന് ഞാൻ വരാൻ ശ്രമിച്ചപ്പോൾ ആ പ്രശ്നങ്ങൾ കാരണം എനിക്ക് വരാൻ പറ്റിയില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് സോൾവ് ആയത്. ഒരു സോൾവ് ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ വേറൊരു ബീച്ചല്ല, ബീച്ചിൽ ഫുട്ബോൾ കളിക്കുന്നത്. അർജൻറ്റീന വെസസ് ബ്രസീൽ ഫ്ലാഗ്. ഇവിടുത്തെ റോഡൊക്കെ എല്ലാം കോൺക്രീറ്റ് അല്ലേ? താറിട്ടാ പൊട്ടിപ്പോയില്ലേ? കോൺക്രീറ്റ് ആകുമ്പോൾ കുറേ കാലം ഞങ്ങളിവിടെ ഒരു ചായക്കടയിൽ വന്ന് ചായ കുടിക്കുക. ഒരു പഴയ സെറ്റപ്പ് പോട്ടെ. ഞങ്ങള് ക്ലബിലുള്ള അതാണ് കരയിലെ റൈഡ് ഒരു ഗുണവും ഉണ്ടാവും. കാരണം അതിനെക്കാട്ടി ഹരമുള്ള കര അതാണ്. കടലിലെ റൈഡിൽ പോകാൻ പോവാ. ഇവര് സെൻട്രിങ്ങിന്റെ പണിയാണ്. ഇതാണ് മെറ്റീരിയൽ. നേരത്തെ പറഞ്ഞത് ഇത് മിക്സ് ചെയ്ത് വരുന്നതല്ലേ? ഉണ്ട്. ഓ, ലക്ഷദ്വീപിൽ വന്നിട്ട് അങ്ങനെ കടലിൻ്റെ തീരത്തെത്തി. എൻ്റെ മുമ്പിൽ കടലിങ്ങനെ വിശാലമായിട്ട് ഇങ്ങനെ കിടക്കുക. വർഷങ്ങളായിട്ട് ഞാൻ ആഗ്രഹിച്ച ഒരു സീൻ എൻ്റെ കൺമുമ്പിൽ. എന്താ ഇതിനൊക്കെ പറയേണ്ടത്? അടിപൊളി അടിപൊളി. കുറേ ഞണ്ടുകൾ എന്നെ കണ്ടപ്പോൾ എല്ലാം ഓടി വെള്ളത്തിലോട്ട് പോയി. ഒരെണ്ണം മാത്രം ഇവിടെ നിൽക്കും. വാ, അടിപൊളി അടിപൊളി. നീല കളറ് കടലിനൊക്കെ. ആകാശ നീല കളറ്. ഒരു അഴുക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. ക്ലീൻ ആയിട്ടുള്ള ബീച്ച്. ഓക്കെ, തിരയുണ്ടല്ലോ. പക്ഷെ എന്നാലും തിരയുണ്ടല്ലോ. പയ്യ ഇപ്പുറത്താ. നല്ല കടലിൻ്റെ സെൻറ്റർ ആണെങ്കിൽ പോലും നമ്മുടെ ഇവിടെ തിര അത്ര ശക്തമായിട്ടൊന്നുമില്ല. ഇവർ പറയുന്നത് നമ്മുടെ ലഗൂൺസ് ഉണ്ടായതുകൊണ്ടാണ് ഈ ദ്വീപിനെ പ്രൊട്ടക്ട് ചെയ്ത് നിർത്തിയേക്കുന്നത്. ലഗൂൺസിൽ വന്ന് ഈ തിരമാല അടിച്ചിട്ട് പതുക്കെ ഇങ്ങോട്ട് വരത്തുള്ളൂ. അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ദ്വീപിനില്ല. ഓക്കെ. ഈ കാണുന്ന ബിൽഡിംഗ് എന്ന് പറയുന്നത് എയ്റോ പ്ലാന്റ്. അതായത് നമ്മുടെ അന്തരീക്ഷത്തിലെ വായുവിൽ നിന്ന് വെള്ളം വേർതിരിച്ചെടുത്തിട്ട് അത് ശുദ്ധീകരിച്ച് ഇവിടുത്തെ ആൾക്കാർക്ക് കുടിക്കാൻ കൊടുക്കുന്ന ഒരു പ്ലാന്റ്. കൊള്ളാലോ. അത് അവിടെ പണി കിടക്കുന്ന ബിൽഡിങ് ടൂറിസത്തിന് വേണ്ടിയിട്ട് ഉള്ള ഹട്ടുകളായിരുന്നല്ലേ. പക്ഷെ ഇപ്പം എല്ലാം സ്റ്റോപ്പ് ചെയ്തല്ലേ. ഇതൊക്കെ കപ്പല അവരെ ഉപയോഗിച്ച സാധനമാക്കി. ഈ ഗൾഫ് അറബിയൊക്കെ. പിന്നെ ഇവിടെ അറബി എന്തിനാ? അതാണ്. ഞങ്ങളിപ്പം കടമത്ത് ഐലൻഡിൻ്റെ ഏറ്റവും സൗത്ത് പോയിന്റിൽ വന്നിട്ടുണ്ട്. ഇത് കഴിഞ്ഞ് അപ്പുറത്തോട്ട് കടലാണ്. അത് ദൂരെ ഷിപ്പ് പോകുന്നുണ്ട്. അടിപൊളി കാഴ്ച. പക്ഷേ ക്യാമറയിൽ എത്രത്തോളം കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. അപ്പോൾ സൂക്ഷിച്ച് നോക്കിയാൽ സെൻട്രലായിട്ട് ഷിപ്പ് ഇങ്ങനെ പോകുന്നുണ്ട്, നിഴൽ പോലെ പോകുന്നുണ്ട്. ഇതിന് നിൽക്കുന്ന ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേകതയുള്ള ലൊക്കേഷനാണ്. ഒരു പോയിൻ്റാണ്, ലാസ്റ്റ് പോയിൻ്റ് എന്നൊക്കെ പറയത്തില്ലേ, അതേപോലത്തെ ഒരു പോയിൻ്റ്. കൊള്ളാം. ഈ ഭാഗത്തൊക്കെ നല്ല ലൈറ്റ് ഗ്രീൻ കളറ് കടലിനൊക്കെ നോക്കേ. പക്ഷേ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് അത് ഡാർക്കായിട്ട് മാറും. പൊളി. ഓക്കെ, ഇവിടെയും കടൽ. ഇങ്ങോട്ട് പോയാൽ ദ്വീപ് തീരും. എന്തായാലും അങ്ങോട്ട് പോയി നോക്കാം. നേരെ അങ്ങേറ്റത്ത് സൂര്യൻ ഇങ്ങനെ അസ്തമയത്തിന് വേണ്ടി തയ്യാറെടുക്കുക. എൻ്റെ തൊട്ടിപ്പുറത്ത് ഈ പോയിന്റിലായിട്ട് ഷിപ്പ്. ഇപ്പുറത്ത് ഇതേത് ഐലൻഡാ? അമിനിയല്ലേ? അമിനി ഐലൻഡാന്ന് തോന്നുന്നു ഈ കാണുന്നത്. പൊളി. അങ്ങനെ നടന്ന് അവസാനം ഈ ഐലൻഡിൻ്റെ ഇതൊക്കെ ഇവിടെ വന്ന് കിടക്കുന്ന സാധനങ്ങൾ കപ്പലിൽ നിന്നൊക്കെ ഓരോരുത്തർ വലിച്ചെറിയുന്ന സാധനങ്ങളാണ്. അതിവിടെ വന്ന് അടിയും. കുറേ ബോട്ടിൽസും അതേപോലത്തുള്ള സ്പ്രേയുടെ തീർന്ന പെർഫ്യൂമിൻ്റെ ബോട്ടിലും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ഓരോ കമ്പ് കുത്തി വെച്ചേക്കുന്നു. നമുക്ക് ആ കമ്പ് കൊണ്ട് കുറച്ചുകൂടെ അങ്ങോട്ട് കുത്തി വെക്കാം. നമ്മളങ്ങനെ ഇതിൻ്റെ എൻഡിലേക്ക് എത്തി. ഇവിടെ വലിയ ആഴമൊന്നുമില്ല, പക്ഷേ
നല്ല ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ. ആ തിര ഇവിടെ ഇച്ചിരി തിരയുണ്ട്, പക്ഷേ ഇപ്പുറത്തെ തിരയില്ല. അതാണ് ഇവിടുത്തെ പ്രത്യേകത. ഈ ദ്വീപിൻ്റെ എൻഡ് പോയിൻ്റാണ്, സൗത്ത് പോയിൻ്റാണ് നിൽക്കുന്നത്. ഇതിൻ്റെ സൂര്യൻ അസ്തമിക്കാറായി, ലൈറ്റ് ഇങ്ങനെ കുറഞ്ഞു വരുന്നു. നമുക്കെന്തായാലും ഇനി ഇതുവഴി നടന്ന് ഈ ദ്വീപിൻ്റെ അപ്പുറത്തെ സൈഡിലോട്ട് നമുക്ക് ബൈക്ക് വെച്ചെടുത്തോട്ട് പോവാം. ഓക്കെ, വെള്ളം നോക്കെ, നല്ല നീല കളർ വെള്ളം. അടിപൊളി. അസ്തമയം കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, മേഘം ഒരുപാടുണ്ട്. നമ്മുടെ ഷിപ്പ് ഇപ്പോഴും അങ്ങ് എത്തിയില്ല, പകുതി ആയതേ ഉള്ളൂ. ഞാൻ നടക്കുന്ന ആ ചവിട്ടുന്ന ഭാഗം മൊത്തം കുഴിഞ്ഞു പോവുക. നടക്കാൻ ഒത്തിരി പാടുണ്ട്. ഞാനിങ്ങനെ കഷ്ടപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുക. ഈ നടത്ത് ഞാൻ വീട്ടിൽ നടന്നായിരുന്നെങ്കിൽ ഒരു 5 കിലോ കനമെങ്കിലും കുറഞ്ഞേനെ. നമ്മളിന്ന് ബീച്ചിൽ കൂടെ നടന്ന ഈ ഒരു പൈൻ മരങ്ങളുടെ ഇടയ്ക്ക് കൂടെ നടന്ന ഒരു ഹെലിപ്പാഡിൻ്റെ അടുത്തോട്ട് പോകാൻ പോവാം. ദ്വീപിൻ്റെ തെക്കേ അറ്റത്ത് ഒരു 2 ഹെലിപ്പാഡുണ്ടോ? എങ്ങനെ? അത് കൊള്ളാമല്ലോ. 2 ഹെലികോപ്റ്ററിനൊക്കെ ഒരേ സമയത്ത് വരാൻ പറ്റിയ വലിയൊരു ഹെലിപ്പാഡ്. കൊള്ളാമല്ലോ. നമ്മുടെ ഹെലിപ്പാഡ് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഇത് ലക്ഷദ്വീപ് കടമത്ത് ഐലൻഡിലെ VIP അറൈവൽ ആൻഡ് ഡിപ്പാർച്ചർ ബിൽഡിങ്ങാണത്. വലിയ VIPസോ VVIPസോ ഒക്കെ വരുമ്പോഴത്തേക്ക് ഇവിടെ നിന്നായിരുന്നു നേരത്തെ കാര്യങ്ങളെല്ലാം നോക്കിക്കൊണ്ടിരുന്നത്. ഇപ്പം ടൂറിസം എല്ലാം സ്റ്റോപ്പായതുകൊണ്ട് ഇതിൻ്റെയും കാര്യങ്ങളെല്ലാം സ്റ്റോപ്പ് ചെയ്ത് വെച്ചേക്കുക. കടൽ തീരത്ത നല്ല അടിപൊളി ഒരു ബിൽഡിങ്. ഇവിടെയും ഹട്ടുണ്ടല്ലേ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലഡാക്ക് പോവുക എന്നൊരു ലക്ഷ്യത്തിനേക്കാൾ എൻ്റെ മനസ്സിലുള്ളത് ലക്ഷദ്വീപ് വരുന്ന ഒരാഗ്രഹമായിരുന്നു. പക്ഷേ ലക്ഷദ്വീപിലുള്ള നമ്മുടെ ഖുറേഷി കൂടെ ഏറ്റവും വലിയ ആഗ്രഹം ലഡാക്ക് പോകുക എന്നായിരുന്നു. അതാണ് ഓരോരുത്തരുടെ ആഗ്രഹം. നമുക്ക് കാണാത്ത സ്ഥലങ്ങൾ കാണാനല്ലേ ആഗ്രഹം. എന്ന് വെച്ചാൽ ഞാൻ ലഡാക്ക് പോയിട്ടില്ല, ഞാൻ പോവുമിരിക്കാൻ. എന്നിട്ട് ഞാൻ ഖുറേഷി ബ്രോ ഓർക്കും എന്നെ അതിനേക്കാൾ വലിയൊരു സ്വപ്നം കാണാൻ സഹായിച്ച ഖുറേഷി ബ്രോ. ഇത് ഹട്ടല്ലേ? ഇതെല്ലാം നമ്മുടെ AC ഹട്ട്, ആൾക്കാർക്ക് താമസിക്കാനായിട്ടുള്ള സ്ഥലങ്ങളാണ്. ഇത് നോക്കേ, ഇങ്ങനത്തെയൊക്കെ സ്ഥലങ്ങളിലൊക്കെ താമസിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സുഖമായിരിക്കും അല്ലേ. അതാണ് രാവിലെ എണീറ്റ് വന്ന് കാണാൻ പറ്റിയ. അതെ. നമ്മളിപ്പോൾ നിൽക്കുന്നത് ലക്ഷദ്വീപ് കടമത്ത് ഐലൻഡിലെ ടൂറിസ്റ്റ് ഹട്ടാണ് ഈ കാണുന്നത്. ഇവിടെ ഇപ്പം ശരിക്കും ക്ലോസ്ഡ് ആണ്. ഇവിടുത്തെ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് ആൾക്കാർക്കായിട്ട് ഒരുക്കിയേക്കുന്ന ഹട്ടും കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് കാണുന്നത്. ഇപ്പോൾ ക്ലോസ് ആണെന്നാലും നമുക്ക് സൈഡിൽ കൂടെ കയറാമെന്ന് പറയുന്നു. എന്തായാലും നോക്കാം. നമുക്ക് സൈഡിലൂടെ കയറി അവിടുത്തെ ഹട്ടൊക്കെ ഒന്ന് കാണാം. ഇവിടുത്തെ മതിലൊക്കെ ഉണ്ട്, നല്ല അടിപൊളി ഫോട്ടോയൊക്കെ വരച്ച് വെച്ചേക്കുന്നു. കൊള്ളാമല്ലോ. ഇവിടുത്തെ ദ്വീപിൻ്റേതായ രീതിയിലുള്ള കാര്യങ്ങൾ. ഇവിടുത്തെ ഏറ്റവും വലിയ ബീച്ച് കടമത്തിൽ. നമ്മൾ ആ ടൂറിസം ഹട്ടിലോട്ട് കയറുവാണ്. നോക്കാം ഇവിടുത്തെ കാഴ്ചകൾ എന്തൊക്കെയാണെന്നുള്ളത്. അതാണ് ഇവിടുത്തെ ടൂറിസം സ്പോട്ടാണ്. ഇതൊക്കെയായിരുന്നു ഇവിടുത്തെ ഹട്ട്. ഇപ്പം നിലവിലെല്ലാം എല്ലാം ക്ലോസ് ചെയ്തേക്കുമല്ലേ. എൻ്റെ ഈ സൈഡിൽ കാണുന്നത് ഇവിടുത്തെ ടൂറിസം ഹട്ടായിരുന്നു. ഇതെല്ലാം ഇപ്പോൾ ക്ലോസ്ഡ് ആണ്. ടൂറിസ്റ്റുകൾ വന്നു കഴിഞ്ഞാൽ താമസിക്കുന്ന നല്ല അടിപൊളി സ്ഥലങ്ങളായിരുന്നു ഈ കാണുന്നതും ഈ സൈഡിലൊക്കെ ഉള്ളതൊക്കെ. പോയി ഇപ്പോഴും ആൾക്കാരൊക്കെ ഫില്ലായിരുന്ന സ്ഥലങ്ങളാണെന്നാണ് പറയുന്നത്. പക്ഷേ ഇപ്പം ക്ലോസ് ചെയ്തു. ഇവിടെയൊക്കെ നല്ല താമസിക്കാൻ പറ്റിയായിരുന്നെങ്കിൽ കിഡു വ്യൂ ആയിരുന്നല്ലേ. നോക്കേ എന്ത് രസമാണെന്ന് നോക്കേ. പഴയ ഏതൊക്കെയോ മരങ്ങൾ ഒഴുകി വന്നതിൻ്റെ ആയിരിക്കും. ഓ, സുനാമിയിൽ വന്ന മരങ്ങളുടെ അവശിഷ്ടം ഓക്കിയിൽ വന്നപ്പോൾ. ഓക്കെ ആ ടൈമിൽ വന്ന് അടിഞ്ഞതല്ലേ ഇതൊക്കെ.
ഇവിടുത്തെ മണ്ണ് നോക്കേ, ഇത് മണ്ണ് തന്നെയാണോ ഇത്? ഇതില്ല എന്തുവാ കാൽസ്യത്തിൻ്റെ പൊടി കണക്കിരിക്കുന്നത്. മണ്ണാണ്, വളരെ തരി കുറഞ്ഞ മണ്ണ്. അത് നോക്കേ, പൗഡർ പോലത്തെ മണ്ണ്. കൊള്ളാം. ഇത് സംഭവം പൊളി. നമ്മളെ ഇതില്ലല്ലോ, വേറെ ഇതൊന്നും ഇല്ല, ക്ലീൻ അല്ലേ സംഭവം. അതാണ് മണ്ണ് ഇത്ര ക്ലീൻ ആയിരിക്കും. മറ്റേതാകുമ്പോൾ ചെളിയൊക്കെ കാര്യങ്ങളൊക്കെ ഇപ്പൊ കോഴിക്കോട് ബീച്ച് ചെളിയൊക്കെ ഭയങ്കര ചെളിയായിരിക്കും, ഒരു കളർ വ്യത്യാസം ഉണ്ടല്ലോ. ഇവിടെ അങ്ങനെ ഒന്നും ഇല്ല, നമുക്ക് ഇവിടെ തിരയില്ല. തിരയില്ല. ഇപ്പൊ ഈ സൈഡില് കാറ്റില്ല. ഇല്ല. മുമ്പ് മൊത്തം കാറ്റായിരുന്നു ഇവിടെ. ഇത് കൊള്ളാം. ഞാൻ ആദ്യമായിട്ടാണ് തിരയില്ലാത്തൊരു ബീച്ചിൽ ഇറങ്ങുന്നത്. കൊള്ളാം, അടിപൊളി. ആഴമുണ്ടോ ഇവിടെ? കുറച്ച് വെള്ളം ഉണ്ടാവും, പിന്നെ നമുക്ക് ലോങ് സൈഡ് ആകുമ്പോൾ വരാം. നല്ല അടിപൊളി സൺസെറ്റ് ആണ്. നമ്മുടെ ഖുറേഷി ബ്രോ ആള് കാണുന്നതല്ല, സ്കൂബ ഡൈവിങ്ങിൻ്റെ ഒക്കെ ലൈസൻസ് ഉള്ള ആളാണ് അല്ലേ? ഇവിടെയാണ് പഠിക്കുക നമ്മൾ. ഇവിടെയാണ് പുള്ളി പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ട്. സ്കൂബ ഡൈവിങ്ങിൻ്റെ ലൈസൻസൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കാര്യമാണ്. കാര്യം ഒരുപാട് പാടുള്ളൊരു കാര്യമാണ് സ്കൂബ ഡൈവിങ്. ഞാൻ ജസ്റ്റ് യൂട്യൂബിലൊക്കെ കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി. ഒരുപാട് നീന്താനും അതേപോലെ തന്നെ ആയാസപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ള 40 ഡൈവൊക്കെ ചെയ്യണം അല്ലേ? അതിന് ഓരോരോ ലെവലുണ്ടല്ലോ. ഓപ്പൺ വാട്ടർ, അഡ്വാൻസ്, പിന്നെ ഡൈവ് മാസ്റ്റർ, EFR എന്നാണ്. പിന്നെ ഒരുപാട് ഡെപ്തിൽ പോകുന്നതിന് എന്തോ വേറെ പേര് പറയത്തില്ലേ? ഡീപ്പ് വാട്ടർ ഡൈവിങ്, ഡീപ്പ് ഡൈവിങ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ അഡ്വാൻസിനൊക്കെ 18 മീറ്റർ 30 മീറ്റർ ഒക്കെയാണ് ഉള്ളതല്ലേ? അങ്ങനെ ലൈസൻസ് ഉള്ളവരായിരിക്കും റെസ്ക്യൂവിനൊക്കെ പോകുന്നില്ലേ? റെസ്ക്യൂവിൻ്റെ വേറെ ഇതുണ്ട്, EFR എന്നാണ്, എമർജൻസി റെസ്പോണ്ടർ. അത് ദ്വീപിലേക്ക് മാത്രമാണോ അതോ എല്ലാ സ്ഥലത്തേക്കും പോവോ? അത് ഓൾ ഇതാണ് ലൈസൻസ്. ഓൾ ഇന്ത്യ അല്ല, വേൾഡ് മൊത്തം, വേൾഡ് വൈഡ് ലൈസൻസ്, പാഡിൻ്റെ ലൈസൻസ് ആണ്. ഞങ്ങൾ ലക്ഷദ്വീപിൽ വന്നിട്ട് ഒരു ചായക്കടയിൽ വന്ന് ചെറുതായിട്ട് ഒരു സോഡ നാരങ്ങയുള്ളതും ഒരു ഫിഷ് കട്ട്ലറ്റ് ഇല്ലേ, ഫിഷ് കട്ട്ലറ്റും വാങ്ങിച്ചിട്ടുണ്ട്. എന്തായാലും ഇത് കുടിക്കാം. ഇതാണ് വീണ്ടും വീണ്ടും സർപ്രൈസ് തന്നെ കുറേശ്ശെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് നോക്കാൻ ഇവിടെ വന്നിട്ട് ഇവിടുത്തെ സ്പെഷ്യൽ ഫിഷ് ബിരിയാണി, ഇവിടുത്തെ എന്തൊക്കെയോ സ്പെഷ്യൽ ഐറ്റംസ് എനിക്ക് വേണ്ടിയിട്ട് ഖുറേഷിയുടെ വീട്ടുകാർ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ അനുഭവിക്കാൻ പറ്റുന്നതിൽ. ഇവിടുത്തെ ഇനി രാത്രി ഭക്ഷണം കഴിച്ചിട്ട് ഇനി റൂമിലോട്ട് പോയി കിടന്നുറങ്ങാം. എന്തായാലും ഫുഡ് എങ്ങനെ ഉണ്ടെന്ന് ഞാൻ കഴിച്ചിട്ട് ഞാൻ പറയാം. എന്തായാലും ലക്ഷദ്വീപിൽ വന്ന് ഫസ്റ്റ് ദിവസം തന്നെ അടിപൊളിയായിരുന്നു. കുറച്ച് നേരം ആയിട്ടുള്ള ദ്വീപിൽ വന്നിട്ടുള്ളെങ്കിലും ഒരുപാട് സ്ഥലങ്ങൾ കണ്ടതുപോലൊരു ഫീല്. 2 മണിക്കാണ് നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പോയി പെർമിറ്റും കാര്യങ്ങളൊക്കെ ഓക്കെ ആക്കിയത്. എന്നിട്ട് നേരെ നമ്മളെ ഖുറേഷി ബ്രോയുടെ വീട്ടിൽ വന്ന് ഫുഡ് കഴിച്ചു. നല്ല അടിപൊളി ഫുഡ്, ലക്ഷദ്വീപ് സ്റ്റൈല്, അവിടുത്തെ ഹോംലി മീൽസ്. അത് കഴിഞ്ഞ് നേരെ നമ്മൾ ഇവിടുത്തെ സൗത്ത് പോയിന്റിൽ പോയി വ്യൂ പോയിന്റും അവിടുത്തെ പഴയ റിസോർട്ടും കാര്യങ്ങളൊക്കെ കണ്ടു. അത് കഴിഞ്ഞ് ഇവിടുത്തെ ബീച്ച് സൈഡ്, പിന്നെ നേരെ ഖുറേഷി ബ്രോയുടെ വൈഫ് ഹൗസിൽ പോയി അവിടെ നല്ല സൂപ്പർ ഫിഷ് ബിരിയാണിയും കാര്യങ്ങളൊക്കെ കഴിച്ചു. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇതൊന്നും ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല ഇങ്ങനെയൊക്കെ കിട്ടുമെന്നുള്ള കാര്യത്തിൽ. ഞാൻ ശരിക്കും ഒരു ടെന്റിനകത്ത് കിടന്ന് ഹോട്ടൽ ഫുഡ് കഴിക്കുക എന്നുള്ള രീതിയിൽ പ്ലാൻ ചെയ്ത് വന്നേ. പക്ഷേ ഖുറേഷി ബ്രോ ഞെട്ടിച്ച് കളഞ്ഞു. എന്നെ ഒരുപാട് നല്ല രീതിയിൽ സൽക്കരിച്ചു. നല്ല സന്തോഷമുണ്ട്. എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ കഴിയുകയാണ്. എന്തായാലും ഞാൻ ഉറങ്ങാൻ പോവുകയാണ്. നമ്മുടെ ബെഡും കാര്യങ്ങളൊക്കെ സെറ്റാണ്. എന്തായാലും ഇനി നാളെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് നോർത്ത് ബീച്ചാട്ടോ. സൗത്ത് ബീച്ചിനേക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ സൈഡാണ്. മറ്റേ സൈഡിൽ